സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 14ാം വോള്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത് ഉമർ ഖാലിഫ് AD 634 പാലസ്തീന റീജിയൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഹമ്മദ് AD 571 ജനിക്കുകയും 632 മരിക്കുകയും ചെയ്തു. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് അറേബ്യൻ പെനിൻസുല മുഴുവൻ കോൺകർ ചെയ്തെങ്കിലും പാലസ്തീന റീജിയനിലേക്ക് അദ്ദേഹം കടന്നിട്ടുണ്ടായിരുന്നില്ല. പാലസ്തീന റീജിയൻ കോൺകർ ചെയ്തത് മുഹമ്മദിന്റെ പൊളിറ്റിക്കൽ പിന്മുറക്കാരെയാണ്. കാലിഫ് എന്ന് വിളിക്കുന്നത് മുഹമ്മദിന്റെ രാഷ്ട്രീയ പിന്തുടർച്ചക്കാരെയാണ് കാലിഫ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ മുഹമ്മദിന് ശേഷമുള്ള ആദ്യത്തെ ശരിക്കും ഇദ്ദേഹം രണ്ടാമത്തെ ആളാണ്. 32 മുതൽ 34 വരെ ഒരാളുണ്ടായിരുന്നു. ആ 34 വന്ന ആളാണ് ഈ ഉമർ എന്ന് പറഞ്ഞ കാലിഫ്. ഈ കാലിഫാണ് ഈ പാലസ്തീന റീജിയൻ കോൺകർ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ മെൻഷൻ ചെയ്തൊരു കാര്യം, ഈ ഒരു കാലിഫ് ഈ പ്രദേശം കോൺകർ ചെയ്തതിനു ശേഷം ബൈസന്റൈൻ രാജാക്കന്മാർക്ക്, അതായത് റോമ സാമ്രാജ്യത്തിന്റെ ഈസ്റ്റേൺ പാർട്ടായ ബൈസന്റൈൻ സാമ്രാജ്യത്തിന് പിന്നീട് ഈ പാലസ്തീന റീജിയനിൽ ഒരു കാലത്തും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ റീജിയൻ നഷ്ടപ്പെടുന്നത് ക്രൂസൈഡേഴ്സിന്റെ കാലത്ത് മാത്രമേ, കുരിശുയുദ്ധക്കാരുടെ കാലത്ത് മാത്രം. ഏകദേശം 200 വർഷക്കാലമാണ് കുരിശുയുദ്ധക്കാര് പലസ്തീന റീജിയനിൽ എംപയർ ഓഫ് പാലസ്റ്റീൻ എന്ന് ജെറുസലേം, എംപയർ ഓഫ് ജെറുസലേം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം പാലസ്തീന റീജിയനിൽ ക്രിസ്ത്യാനികൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം 200 വർഷക്കാലം നമ്മളത് പറയും. അപ്പൊ ഈ ബൈസന്റൈൻ രാജവംശത്തിന് പിന്നീട് ഇങ്ങോട്ട് ആക്സസ് കിട്ടിയിട്ടില്ല. ഉമർ വരുന്നു. പിന്നീട് ഇവിടെ നിരന്തരമായിട്ട്, ഇവിടെ ഈ പ്രദേശത്തിന് ഏറ്റവും നിരന്തരമായി ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളാണ്. എപ്പോഴും യുദ്ധങ്ങളാണ്. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും. മുസ്ലിം ക്ലാൻസ്, മുസ്ലിം ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ. ഇതെല്ലാം ഗോത്ര വിഭാഗങ്ങളാണ്. മുഹമ്മദിന്റെ ഗോത്രത്തെക്കുറിച്ച് ഖുറൈഷ് ഇങ്ങനെയൊക്കെയുള്ള ടേംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇസ്ലാമിക് ഹിസ്റ്ററിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഈ വിവിധ മുസ്ലിം ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ഓരോ കൂട്ടരും മാറി മാറി ഈ പ്രദേശം പിടിച്ചെടുക്കുന്നതും ഈ ഭരണ സംവിധാനത്തിന്റെ കീഴിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അത് മില്ലേനിയം 1000 വർഷത്തോളം നീണ്ടു നിന്നുള്ള വിഷയങ്ങളാണ്. കൂടാതെ നിരന്തരമായിട്ടുള്ള ഭൂകമ്പം, ഒരു 100 വർഷത്തിനിടയിലുള്ള അതിഭീകരമായ ഒരു ഭൂകമ്പം ഈ ജെറുസലേം പ്രദേശം പിടിച്ചു കുലുക്കുകയും 10,000-കണക്കിന് മനുഷ്യർ മരിച്ചു പോവുകയും അവിടുത്തെ സ്ട്രക്ചേഴ്സ് നശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഈ പ്രദേശത്തിന് വളരെ കോമൺ ആണ്. നമ്മൾ ചരിത്രം വായിക്കും മനസ്സിലാവുന്നത് നിരന്തരമായിട്ടുള്ള ഭൂകമ്പം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ യുദ്ധങ്ങൾ ഒഴിയാതെ അവിടെ നിരന്തരമായിട്ട് നിന്നിട്ടുണ്ട്. പിന്നീട് ഈ 687-നും 691-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട സംഗതി, ഉമൈദ് എന്ന് പറയുന്നൊരു കാലിഫേറ്റിന്റെ കീഴിലേക്ക് വന്നു. അപ്പോൾ ഉമൈദ് കാലിഫേറ്റ് അവിടെ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന സാധനം ടെമ്പിൾ മൗണ്ടിന്റെ മുകളിൽ സ്ഥാപിച്ചു. അപ്പോൾ ഇത് ചരിത്രപരമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേവാലയമാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും അവരുടെ മക്കയും മദീനയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മോസ്കായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഈ ഡോം ഓഫ് റോക്കാണ്. ഇത് അവർ പണിതിട്ടുള്ളത് ടെമ്പിൾ മൗണ്ടിന്റെ മുകളിലാണ്. ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേൽക്കാരുടെ ഭൂമിയിലെ ഒരേ ഒരു ദേവാലയം നിലനിന്നിരുന്ന സ്ഥലമാണ്. അത് പിന്നെ യൂതന്മാർ അവിടെ നിന്ന് പോയെങ്കിലും അവർക്ക് ആ സ്ഥലത്തോടുള്ള മാനസികമായ അറ്റാച്ച്മെന്റ് യാതൊരു കുറവും വന്നിട്ടില്ല. കാരണം മൊറിയാമല എന്ന് പറയുന്നത് അബ്രാഹവുമായി ബന്ധപ്പെട്ട്, അബ്രാഹവും ദൈവവും തമ്മിലുള്ള ഡീലുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. അവര് അത് ഒരു കാലത്ത് അവരുടെ മനസ്സിന് പോകാത്തൊരു സ്ഥലമാണ്. കാരണം അവർക്ക് ലോകത്തിൽ ഒരേ ഒരു ദേവാലയമേ ഉള്ളൂ. അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഈ ടെമ്പിൾ മൗണ്ടിലാണ്. അപ്പൊ ആ ടെമ്പിൾ മൗണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ പലപ്പോഴും ഈ ബൈസന്റൈൻ കാലഘട്ടത്തിലാണെങ്കിലും ശരി, പിന്നീട് ക്രൂസഡേഴ്സിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ശരി, ക്രിസ്ത്യാനികൾക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്നു. ഒരു കാലത്തും ക്രിസ്ത്യാനികൾ ജ്യൂസിന്റെ ഈ പ്രദേശം കൈവയ്ക്കാൻ തുനിഞ്ഞിട്ടേയില്ല. ക്രിസ്ത്യാനികൾക്ക് ജ്യൂസിനോട് പ്രത്യേകിച്ച് സ്നേഹവും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അവരൊരിക്കലും ഇവരുടെ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 40 ഏക്കറോളം വരുന്ന ഒരു പ്രദേശമാണത്. അതിന്റെ മുകളിൽ ഒരു കാരണവശാലും ക്രിസ്ത്യാനികൾ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾ വന്ന് ഇവിടെ വരുന്നത് 634-ലാണ്. 687 മുതൽ 691 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഉമൈദ് കാലിഫേറ്റ് എന്ന് പറയുന്ന ഖലീഫമാരുടെ സംഘം, അല്ലെങ്കിൽ ഖലീഫമാരുടെ ഭരണത്തിന് കീഴിൽ ഈ ടെമ്പിൾ മൗണ്ടിൽ അവിടെ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന ഇപ്പോഴും നിലവിലുള്ള മുസ്ലിം ദേവാലയം സ്ഥാപിച്ചു. അപ്പൊ അവർ പറയുന്ന കാര്യം, അവിടെ നിന്നാണ് മുഹമ്മദ് നബി സ്വർഗത്തിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. പക്ഷെ മുഹമ്മദ് നബി പാലസ്തീന റീജിയനിൽ ഒരിക്കലും വന്നിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പൊ അദ്ദേഹം അവിടുന്ന് പോയി എന്ന ഒരു വിശ്വാസത്തിന് മേലെയാണ് അവർ ഡോം ഓഫ് റോക്ക് അവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്.
ഈ അതിനുശേഷം 908 പിന്നീട് ഈ കാലം കുറെ ഇവരുടെ ഭരണമാണ്, മുസ്ലിങ്ങളുടെ ഭരണമാണ്. പലപ്പോഴും ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം ഭരണാധികാരികൾ തമ്മിലുള്ള, മുസ്ലിം ഗോത്രങ്ങൾ തമ്മിലുള്ള തമ്മിലടിയും അതിനനുസരിച്ച് അധികാരം നഷ്ടപ്പെടുകയും പിടിച്ചെടുക്കുകയും മുസ്ലിങ്ങൾ തന്നെ, വേറെ ആളുകളല്ല, മുസ്ലിങ്ങൾ തന്നെ അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പാലസ്തീൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം 908 AD 908 അൽ മുക്താദിർ എന്ന് പറയുന്ന ഒരു ഖലീഫ, അവിടെ ക്രിസ്ത്യാനികൾ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ അങ്ങനെ വന്നവരെ ബലം പ്രയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഒരു മത ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ പലപ്പോഴും മത ടാക്സ് ഒരു സൗകര്യമായിട്ടാണ് ആളുകൾ കണ്ടത്. കാരണം മുസ്ലിങ്ങളല്ലാത്തവർക്ക് പട്ടാളത്തിൽ സേവനം ചെയ്യേണ്ടതില്ല, മുസ്ലിങ്ങൾ മാത്രം പട്ടാളത്തിൽ സേവനം ചെയ്താൽ മതി. അപ്പം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ജ്യൂസ് ആയിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ, ഈ മത ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പട്ടാളത്തിൽ സേവനം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ അതൊരു പരിധിവരെ ലാഭകരമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ടാക്സ് കൊടുത്തങ്ങ് ജീവിക്കും, അവരെ കൺവേർട്ട് ചെയ്യാൻ തയ്യാറായില്ല. ടാക്സ് അത്ര വലിയൊരു ഹെവി ടാക്സ് ആയിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരങ്ങനെ ഇവർ ഇവിടെ വന്നതിന് ശേഷം 300-400 വർഷത്തോളം അവർക്ക് ബുദ്ധിമുട്ട് കൂടാതെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഒരു വലിയ ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ അവിടെ ഉണ്ട്, കൂടാതെ ഒരു മൈനറായിട്ടുള്ള ജൂയിഷ് പോപ്പുലേഷൻ ഉണ്ട്. മുസ്ലിം പോപ്പുലേഷൻ അപ്പോൾ മെജോറിറ്റി ആയിട്ടില്ല. മുസ്ലിം സ്ലോ കൺവേർഷൻസ് നടക്കുന്നുണ്ട്. ഇതിൽ ഈ കൺവേർഷൻസിൽ പ്രധാനമായിട്ടും കൺവേർട്ട് ചെയ്യപ്പെട്ടത് സമരിറ്റൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. സമരിയക്കാരൻ നമ്മൾ വിളിക്കുന്ന സമരിറ്റൻസ് എന്ന് പറയുന്ന വിഭാഗമാണ് പ്രധാനമായിട്ടും ഇസ്ലാമിക് റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സമ്മതിച്ചത്. ബാക്കിയുള്ള ആളുകൾ ഒന്നുകിൽ മത ടാക്സ് കൊടുത്തു നിന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്ത് രക്ഷപ്പെട്ടു എന്നല്ലാതെ കൺവേർഷന് വഴങ്ങുകയുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പിന്നെ ബൈസന്റൈൻ കാലഘട്ടത്തിന്റെ ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള പീരീഡിൽ ഈ പലസ്തീന റീജിയനിൽ ഏകദേശം 20 ലക്ഷം ആളുകൾ വരെ ജീവിച്ചിരുന്ന കാലഘട്ടമുണ്ട്. പിന്നീട് ഈ മുസ്ലിം ഭരണാധികാരികളുടെ കാലം വന്നപ്പോൾ ഈ ജനസംഖ്യ കുറഞ്ഞ് 50,000 വരെ എത്തിയിട്ടുണ്ട്. 50,000 വരെ എന്ന് പറഞ്ഞാൽ അത്രയും സ്കാൻഡി ആയിട്ട് ആളുകളുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ആളുകൾ മുഴുവൻ ആ പ്രദേശത്ത് ഒഴിഞ്ഞു പോയി എന്നുള്ളതാണ് കാരണം. അതിൻ്റെ റീസൺ നമ്മൾ പതിയെ വരും. ഒരു റീസൺ ഈ മതത്തിന്റെ വിഷയം തന്നെയാണ്. അപ്പം ഈ 908 അൽ മുക്താദിർ ക്രിസ്ത്യാനികൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ വഹിക്കരുത് എന്ന് പറയുന്നത്. പിന്നീട് ഈ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ അഗ്രസീവായിട്ടുള്ള രീതികൾ വരാൻ തുടങ്ങി. AD 937 മുസ്ലിങ്ങൾ ചർച്ച് ഓഫ് റിസറക്ഷൻ എന്ന് പറയുന്ന യേശുവിൻ്റെ കുരിശുമരണവും തിരുവുത്ഥാനവുമായി ബന്ധപ്പെട്ട ദേവാലയം അത് പിന്നെ കൊള്ളയടിക്കുകയും കത്തിച്ചു കളയുകയും ചെയ്തു. അത് മുസ്ലിം സമൂഹമാണ്, ഭരണാധികാരികളല്ല. അപ്പോൾ അവരുടെ ഒരു ക്രിസ്ത്യൻ വിരോധത്തിന്റെ ഭാഗമായിട്ട് അവർ ആ ദേവാലയം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഈ ചർച്ച് ഓഫ് റിസറക്ഷനാണ് നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞതാണ്. കാരണം ഇത് യേശുവിൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട, കുരിശുമരണവുമായി ബന്ധപ്പെട്ട ദേവാലയമാണ്. പിശാചിനെ സംബന്ധിച്ച് ഏറ്റവും അലോസരം ഉണ്ടാക്കുന്ന കാര്യം യേശുവിൻ്റെ കുരിശുമരണമാണ്. കാരണം യേശുവിൻ്റെ കുരിശുമരണമാണ് മാനവരക്ഷയുടെ അടിസ്ഥാനം. അപ്പോൾ അത് പിശാചിന് ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയം നിരന്തരമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 937 ഇത് പിന്നെ കത്തിക്കുന്നത്. പക്ഷെ ആ സമയത്ത് അവിടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ദ ട്രൂ ക്രോസ് എന്ന് പറയുന്ന യേശുവിനെ തൂക്കിയ കുരിശ്, അതിന് ട്രൂ ക്രോസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് അന്ന് ഒളിപ്പിക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചു. 937 ഇത് ബേൺ ചെയ്യപ്പെട്ടെങ്കിൽ അവർ വീണ്ടും അത് റീബിൽഡ് ചെയ്തു. 966 വീണ്ടും ഈ ദേവാലയം ലൂട്ട് ചെയ്യപ്പെടുകയും കത്തിക്കപ്പെടുകയും ചെയ്തു. ജെറുസലേം പാത്രിയാർക്കായിരുന്ന ജോൺ 7 എന്ന് പറയുന്ന ആളെ കൊന്നുകളയുകയും ചെയ്തു. അപ്പം ഈ ദേവാലയം നശിപ്പിച്ചു, കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല, ജെറുസലേം പാട്രിയാർക്കായിരുന്ന ജോൺ 7 കൊന്നുകളയുകയും കൂടി ചെയ്തു. അതും ഈ മുസ്ലിം മോബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഈ കുരിശ് സൂക്ഷിക്കുവാൻ അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചു. 1009 AD 1009 അൽ ഹക്കീം ബി അമർ അള്ളാഹ എന്ന് പറയുന്ന കാലിഫ്, അൽ ഹക്കീം ബി അമർ അള്ളാഹ എന്ന് പറയുന്ന കാലിഫ് ഈ ദേവാലയം നശിപ്പിക്കാനായി ഉത്തരവിട്ടു. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു രാജാവിന്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് ഇടപെടലിലൂടെ ഈ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. അപ്പം ദേവാലയം നിശ്ചയമായിട്ട് നശിപ്പിക്കപ്പെടും. കാരണം ഭരണാധികാരിയായിട്ട് ആൾ പറഞ്ഞതാണ്, അങ്ങനെ 1009 ഈ ചർച്ച് ഓഫ് റിസറക്ഷൻ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ കുരിശ് സേവ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ കുരിശിനെ 3 പീസാക്കിയിട്ട് അതിനെ ഒരെണ്ണം റോമിലേക്ക്, ഒരു പീസ് റോമിലേക്കും ഒരു പീസ് ജെറുസലേമിലും ഒരു പീസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്കും മാറ്റി. ഒരു പീസ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് തുർക്കിയാണ്. തുർക്കിയുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ. തുർക്കി യൂറോപ്പിനെയും പിന്നെ ഏഷ്യയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഏഷ്യ മൈനർ എന്നാണ് ആ പ്രദേശം അന്ന് അറിയപ്പെട്ടിരുന്നത്. തുർക്കി നല്ല അറിയപ്പെട്ടിരുന്നത് ഏഷ്യ മൈനർ എന്നാണ്. അപ്പോൾ ഇതിൽ ഇന്നത്തെ തുർക്കിയുടെ ഒരു ചെറിയ ഭാഗം ഈ മെഡിറ്ററേനിയൻ സീനെയും കരിങ്കടലിനെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കടലെടുക്കുന്നുണ്ട്.
അത് മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ടർക്കിയിലേക്ക് കടന്നു പോകുന്ന ചെറിയ വീതി കുറഞ്ഞ ഏകദേശം 100 കിലോമീറ്റർ വരുന്ന ഒരു കടലെടുക്ക്. പിന്നീട് ഒരു ചെറിയ കടലുണ്ട് അവിടെ, അത് തുർക്കിയുടെ ഉള്ളിൽ മാത്രമാണ്, തുർക്കിക്ക് അകത്ത് വരുന്ന ഒരു കടൽ, ചുറ്റും തുർക്കിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഓപ്പണിങ് ബ്ലാക്ക് സീയിലേക്ക്, അത് 70 കിലോമീറ്റർ ഒക്കെ അതിന് വീതിയുള്ളൂ. ബ്ലാക്ക് സീയിലേക്ക് വീണ്ടും ഒരു ഓപ്പണിങ്. അപ്പം ഈ ഒരു മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ഒരു ചെറിയ വാല്, പിന്നെ ഒരു കടല്, ആ കടലിൽ നിന്ന് വീണ്ടും ഒരു വാല്, അത് ബ്ലാക്ക് സീയിലേക്ക് എത്തുന്നു. അപ്പൊ ഇത് മൊത്തമായിട്ട് ഏഷ്യയെയും യൂറോപ്പിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് കിടക്കുന്ന ഒരു കടലാണ്. അപ്പൊ ആ ടർക്കിയുടെ ഒരു ചെറിയ റീജിയൻ യൂറോപ്പിലും ഭൂരിഭാഗം റീജിയനും ഏഷ്യയിലുമാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ടർക്കി റീജിയൻ അന്ന് ഏഷ്യ മൈനർ എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കടലിടുക്കിന്റെ വക്കിലാണ്. ഇപ്പം ടർക്കിയുടെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലാതെ നമുക്കറിയാം. ഇപ്പം പിന്നെ കുറച്ചുകൂടി കിഴക്കോട്ട് മാറിയിട്ടാണ് ടർക്കിയുടെ ക്യാപിറ്റൽ വരുന്നത്. ഇസ്റ്റംബൂൾ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇത് ഈ കുരിശ് 3 കഷ്ണമാക്കി, ഒന്ന് റോമിലേക്ക് കൊണ്ടുപോയി, ഒന്ന് ജെറുസലേമിൽ സൂക്ഷിച്ചു, ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇത് ഈ കുരിശിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അവസാനത്തെ രേഖയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുരിശിനെ കുറിച്ച് ഔദ്യോഗികമായിട്ട് രേഖയില്ല. റോമിലേക്ക് കൊണ്ടുപോയ പീസ് റോമിലുണ്ട്. ജെറുസലേമിലും കോൺസ്റ്റാന്റിനോപ്പിളും സൂക്ഷിക്കപ്പെട്ട പീസുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് പിന്നീട് രേഖയില്ല. അപ്പൊ ഈ കുരിശിന്റെ ഇവിടെ ഈ ട്രൂ ക്രോസിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മരകഷ്ണങ്ങൾ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന ഈ 2 പീസുകളിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് അത് ചെറുതാക്കി എടുത്തിട്ട് അതിന്റെ ചെറിയ ചെറിയ പീസുകൾ കൊണ്ടുപോയി ഒരു തിരുശേഷിപ്പ് എന്ന നിലയിൽ സൂക്ഷിക്കപ്പെട്ടതായിരിക്കാം. ലോകത്തിന്റെ യൂറോപ്പിലും ആഫ്രിക്കയിലും ആയിട്ട് പല സ്ഥലങ്ങളിലും ഇന്ന് വിശുദ്ധ കുരിശിന്റെ ഭാഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ ട്രൂ ക്രോസിന്റെ ഭാഗം എന്ന നിലയിൽ സൂക്ഷിക്കപ്പെടുന്ന മരകഷ്ണങ്ങളുണ്ട്. റോമിലേക്ക് കൊണ്ടുപോയ പീസ് റോമിൽ തന്നെയുണ്ട്. ദെൻ അൽ ഹക്കീം ബി അമറള്ള കാലിഫോർഡേഡ് ഓപ്പറേഷൻ ഓഫ് ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസ് 1012 വീണ്ടും ഖലീഫ വളരെ കർശനമായ നിലപാടുകളോടെ ക്രിസ്ത്യാനികളെയും യൂതന്മാരെയും പരിപൂർണമായിട്ട് ഓപ്പറസ് ചെയ്യണമെന്നും ഒക്കെ ഉത്തരവിറക്കുന്നു. അപ്പം ജനം വലുതായിട്ട് ഇവർക്കെതിരെ തിരിയുന്നു. 1015 ഒരു വലിയ എർക്കേക്ക് ഉണ്ടാകുകയും ഈ ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന മുസ്ലിം മോസ്ക് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഇത് 691 നിർമ്മിക്കപ്പെടുന്നത്. 1015 ഡോം ഓഫ് റോക്ക് നശിപ്പിക്കപ്പെട്ടു. അത് എർക്കേക്കിന്റെ ഭാഗമായിട്ട് നശിപ്പിക്കപ്പെട്ടു പോയത്. ഞാൻ പറഞ്ഞുകൂടി കണ്ടിന്യൂസ് ആയിട്ട് എർക്കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. പക്ഷെ 1027 ഈ ബൈസന്റൈൻ രാജാവും ഫാത്തിമിൻ കാലിഫും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി. കാരണം ഇതൊക്കെ നിരന്തരമായിട്ട് രാജ്യങ്ങൾ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. യുദ്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ ഇൻട്രസ്റ്റുകളുണ്ട്. ചില സ്ഥലങ്ങൾ ആവശ്യമുണ്ട്, ചിലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അത് അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളില് മുസ്ലിങ്ങളുടെ ആരാധന അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫാത്തിമിൻ കാലിഫ് ബൈസന്റൈൻ രാജാവിനെ സമീപിക്കുന്നു. അവർ തമ്മിലൊരു അഗ്രിമെന്റ്. ആ അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് 1027 ചർച്ച് ഓഫ് റിസറക്ഷൻ, ഇവർ നേരത്തെ ഖലീഫയുടെ ഉത്തരവ് പ്രകാരം നശിപ്പിച്ച് കളഞ്ഞ് ചർച്ച് ഓഫ് റിസറക്ഷൻ പുനർനിർമ്മിക്കുവാനുള്ള അവകാശം ബൈസന്റൈൻ സാമ്രാജ്യത്തിന് കൊടുക്കുന്നു. ബൈസന്റൈൻ സാമ്രാജ്യം ഭരണാധികാരമൊന്നുമില്ല, അവിടുത്തെ ക്രിസ്ത്യാനികളെ അത് റീബിൽഡ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. കൂടാതെ മുസ്ലിം മതത്തിലേക്ക് ബലമായി കൺവേർട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികൾക്കൊക്കെ തിരിച്ച് ക്രിസ്തു മതത്തിലേക്ക് പോകാനുള്ള അനുവാദം ലഭിക്കുന്നു. പാട്രിയാർക്ക് വധിക്കപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. അങ്ങനെ ജെറുസലേം പാട്രിയാക്കായിട്ട് പുതിയൊരാളെ നിയമിക്കുവാനും ഈ ഖലീഫ അനുവദിക്കുന്നു. അപ്പം ഈ ചർച്ച് ഓഫ് ഇത് 1027 സംഭവിക്കുന്നത്. 1032 ഈ എർത്ത്ക്വേക്കിൽ നശിപ്പിക്കപ്പെട്ടു പോയ ഡോം ഓഫ് റോക്ക് വീണ്ടും നിർമ്മിക്കപ്പെട്ടു. വീണ്ടും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തമ്മിലുള്ള പ്രശ്നം ഇവിടെ ഇങ്ങനെ നിരന്തരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. 1093 AD 1093 മുസ്ലിം കമ്മ്യൂണിറ്റി, ഇത് ഭരണാധികാരികളല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികൾ പലസ്തീന റീജിയനിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ധാരണയിലെത്തുന്നവർ. അപ്പോൾ അവിടെ പലസ്തീന റീജിയനിൽ പ്രവേശിക്കുന്ന ക്രിസ്ത്യാനികളെ കൊന്നുകളയും എന്നൊരു ഇതിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ 1095 ഇത് 1093 1095 പോപ്പ് ഉർബാൻ II എന്ന് പറയുന്ന പോപ്പ് ക്രൂസൈഡ് കുരിശി യുദ്ധങ്ങൾക്ക് ഉത്തരവിടുന്നു. കാരണം ഇവിടെ ക്രിസ്ത്യാനികളെ രക്ഷിക്കുക എന്നുള്ളത് പോപ്പിന്റെ ഒരു ആവശ്യമായി മാറുന്നത്. പോപ്പിന് ഭരണാധികാരവും യൂറോപ്പിൽ നല്ല പവറുള്ള കാലാണ്. അപ്പം അദ്ദേഹം കുരിശി യുദ്ധങ്ങൾക്ക് വേണ്ടി ഉത്തരവിടുന്നു. അങ്ങനെ യൂറോപ്പിൽ നിന്ന് പടയാളികൾ ഈ ഹോളി ലാൻഡിലേക്ക് വരികയും ഹോളി ലാൻഡ് ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഈ യുദ്ധങ്ങളുടെ ഉദ്ദേശം. ഇത് ക്രിസ്ത്യൻ പ്രദേശമാണ്, അത് ക്രിസ്ത്യാനികളുടേതാണ് എന്നാണ് ക്രിസ്ത്യാനികൾ ധരിക്കുന്നത്. അപ്പോൾ അത് ഫ്രീ ആക്കി ക്രിസ്ത്യാനികളുടേതാക്കി തിരിച്ചു പിടിക്കാൻ വേണ്ടി പോപ്പ് കുരിശി യുദ്ധങ്ങൾക്ക് ഉത്തരവിടുന്നു. അങ്ങനെ 1095 ഉത്തരവിടുന്നത്. 1099 ഈ പ്രദേശം പാലസ്തീന പ്രദേശം കീഴടക്കി കാത്തോലിക് കിങ്ഡം ഓഫ് ജെറൂസലേമിലെ ഒരു ക്രിസ്തീയ ഭരണകൂടം ജെറുസലേമിൽ സ്ഥാപിക്കപ്പെടും.
ഇത് പിന്നീട് മുസ്ലിങ്ങളുമായി നിരന്തരമായി യുദ്ധം നടക്കുന്നുണ്ട്, കൂടുതൽ പ്രദേശങ്ങൾ പിടിക്കുന്നുണ്ട്, പലപ്പോഴും പല പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടും പിടിക്കപ്പെട്ടുമായിട്ട് ഈ കിങ്ഡം ഓഫ് ജെറുസലേം എന്ന് പറയുന്നത് ഏകദേശം 1291 വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 200 വർഷക്കാലം 1099 മുതൽ 1291 വരെയുള്ള കാലഘട്ടത്തിൽ കിങ് ഓഫ് ജെറുസലേം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 200 വർഷക്കാലം ക്രിസ്ത്യാനികൾക്ക് അവിടെ വീണ്ടും ഭരണാധികാരം കിട്ടി. ആ കാലഘട്ടത്തിലും അവിടെ ജനങ്ങളുടെ ഇടയിലെ പ്രമുഖ മതം ക്രിസ്തു മതം തന്നെയാണ്. പലസ്തീൻ അറിയിക്കുന്നത് വീണ്ടും 200 വർഷക്കാലത്ത്, അതായത് ഏകദേശം 1300 വരെ ബൈസന്റൈൻ കാലഘട്ടം തുടങ്ങി ഏകദേശം AD 300 മുതൽ 1300 വരെ ഏകദേശം 1000 വർഷക്കാലം പാലസ്തീന റീജിയണിലെ പ്രമുഖ മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. അതിനിടയിൽ ജ്യൂസ് സ്കാറ്റേഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ കുറേശ്ശെ എണ്ണത്തിൽ കൂടി വരുന്നുണ്ട്, കാരണം ഈ ഭരണാധികാരികളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. അതിനുശേഷം 1291 മാംലൂക്ക് എന്ന് പറയുന്ന ഈജിപ്തിൽ നിന്നുള്ള ഒരു സംഘം, അവർ പിന്നീട് ഖലീഫമാരാണെന്ന് അവകാശപ്പെടുന്നു. അതായത് മുഹമ്മദിന്റെ പൊളിറ്റിക്കൽ പിന്തുടർച്ചക്കാരാണെന്ന് അവകാശപ്പെടുന്നു. ഈ മാൽമുക്ക് എന്ന് പറയുന്ന ഈ സംഘം ഭരണം പിടിക്കുന്നു. അപ്പൊ ഇവര് കാരണം ഇത് ഇനി ക്രൂസേഡേഴ്സിന്റെ കാലം കഴിഞ്ഞിട്ട് വരുന്ന കാലമാണ്. സ്വാഭാവികമായിട്ടും വളരെ അഗ്രസീവായിട്ടുള്ള ഇസ്ലാമൈസേഷൻ അവിടെ നടക്കും. കാരണം ഇസ്ലാമിൽ നിന്നും ക്രൂസേഡേഴ്സ് ആ പ്രദേശം തിരിച്ചു പിടിച്ചതിന്റെ വൈരാഗ്യവും വാശിയും മൊത്തം മുസ്ലിങ്ങൾക്കുണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ മാംലുക്ക് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പരിപൂർണമായിട്ട് മാറുന്നു. അവർ നിർബന്ധിതമായ ഇസ്ലാമൈസേഷനിലേക്ക് നീങ്ങുന്നു. അങ്ങനെ വരുമ്പോഴേക്കും അവിടെ നിന്ന് പിന്നെ ക്രിസ്ത്യാനികളും ജ്യൂസും ഏതാണ്ട് പരിപൂർണമായിട്ട് ആ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകുന്നു. അപ്പൊ ജ്യൂസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ജ്യൂസ് പല കാലഘട്ടങ്ങളിലും അവരുടെ സംസ്കാരവും മതവും സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രദേശത്ത് നിന്ന് ഈജിപ്തിലേക്കും അറേബ്യൻ റീജിയനിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവർ ആ മൈഗ്രേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റീസ് അവിടെ തന്നെയുണ്ട്. അപ്പൊ ആ കമ്മ്യൂണിറ്റികളിലേക്ക് തന്നെയാണ് പിന്നീട് കണ്ടിന്യൂസ് മൈഗ്രേഷൻ വരുന്നത്. ക്രിസ്തുവിന്റെ കാലം മുതൽ കുറെ അധികം ജ്യൂസ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് പോസിബിൾ ആയിട്ടല്ല, ദാറ്റ് ഈസ് ബൈ ബിലീഫ്. ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ജ്യൂസിന്റെ മത ടാക്സ് ഉള്ളത് കൊണ്ടും കുറെ ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവാം. ജ്യൂസ് കാര്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഇല്ല. ഇസ്ലാമിലേക്ക് പോയ ജ്യൂസ് എന്ന് പറയുന്നത് സമേറിയക്കാരാണ്. സമേറിയൻസ് എന്ന് പറയുന്നത് BC 700 കാലഘട്ടത്തിൽ തന്നെ ജ്യൂസിന്റെ കൂട്ടത്തിൽ പെടുത്താത്ത ആളുകളാണ്. ഇപ്പൊ യേശുവിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ സമേറിയക്കാർ ഈ സ്ത്രീയെ കുറിച്ചൊക്കെ ബൈബിളിലെ പരാമർശങ്ങൾ നമുക്ക് കാണാം. ഈ ജ്യൂസിന്റെ ഇടയിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ടത് ഭൂരിഭാഗവും ഈ സമേറിയൻസ് എന്ന് പറയുന്ന ആളുകളാണ്. ക്രിസ്ത്യാനികളും ഭൂരിഭാഗവും അവരുടെ മതം രക്ഷിക്കണമെന്ന് താല്പര്യമുള്ള ഡീപ്പായിട്ട് വിശ്വാസമുള്ളവരൊക്കെ ഈ പ്രദേശം ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഇവര് പറയുന്നത് ഡീ അർബനൈസേഷൻ ആണ്. മുസ്ലിങ്ങൾ വന്നതോടെ ഇത് വലിയ അഡ്വാൻസ്ഡ് ആയിട്ട് റീജിയൻ ആയിരുന്നു. ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീജിയൻ. 30 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു ഈ പാലസ്തീന റീജിയനിൽ. അത് ഇസ്ലാമൈസേഷൻ വന്നു, പ്രത്യേകിച്ചും ഈ മാംലൂക്ക് എന്ന് പറയുന്ന പീരീഡ് വന്നതോടെ ഈ 30 പട്ടണങ്ങളുടെ എണ്ണം കുറഞ്ഞ് 2 പട്ടണങ്ങളായി മാറി. ബാക്കിയുള്ളത് മുഴുവൻ ഗ്രാമങ്ങളായിട്ട് മാറുകയോ ഇല്ലെങ്കിൽ ജനങ്ങൾ ഉപേക്ഷിച്ചു പോയ സ്ഥലങ്ങളായി മാറുകയോ ചെയ്തു. അപ്പൊ ഈ പ്രദേശത്തിന്റെ പട്ടണങ്ങളാണ് എന്നുള്ളതും സാംസ്കാരികമായി വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്നതുകൊണ്ടും സൗകര്യങ്ങൾ കൂടെയുള്ള സ്ഥലമാണെന്നുകൊണ്ടും ധാരാളം നൊമാഡിക് മുസ്ലിംസ് ഈ പ്രദേശത്തേക്ക് കടന്നു കയറി വന്നു. അപ്പൊ ഈ 1291 മുതൽ 1517 വരെയാണ് മാംലൂക്ക് എന്ന് പറയുന്ന ഈ ഈജിപ്ഷ്യൻ മേഖലയിലുള്ള ഖലീഫമാര് ഈ പ്രദേശം ഭരിക്കുന്നത്. അപ്പം അവര് പ്രധാനമായിട്ടും ഈ മുസ്ലിം മൈഗ്രേഷൻ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം മൈഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നിട്ടുള്ള ഈ നൊമാഡ്സ് ആയിട്ടുള്ള, അതായത് ഈ ഒട്ടകങ്ങളെ തീറ്റി ഇങ്ങനെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അത് ലോകം മീൻസ് മുസ്ലിം ലോകത്ത് എമ്പാടും ഉള്ളൊരു കാറ്റഗറിയാണത്. ഒട്ടകങ്ങളെ മേയിച്ച് ഇങ്ങനെ നടക്കുക. ഈ ഒട്ടകങ്ങളെ മേയിച്ച് നടക്കുന്ന ആളുകൾ ഇവരെ ബദാവികൾ എന്നാണ് വിളിക്കുന്നത്. ബദാവികളായിട്ടുള്ള ആളുകൾ ഇവര് പിന്നെ അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് വന്നവരുണ്ട്, നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നവരുണ്ട്, മെസ്പൊട്ടാമിയൻ റീജിയനിൽ നിന്ന് വന്നവരുണ്ട്. മെസ്പൊട്ടാമിയൻ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലെബനോൺ, സിറിയ, പിന്നെ ഇറാഖ്, പിന്നെ യമനിൽ നിന്ന് വലിയൊരു സംഘം ആളുകൾ എത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിട്ടുള്ളത് യമൻ ആൻഡ് ഈജിപ്ത് ഈ പ്രദേശങ്ങളിൽ നിന്നാണ്. വന്നിട്ടുള്ളത് ബദാവികൾ എന്ന് പറയുന്ന നൊമാഡിക് ആയിട്ടുള്ള ആളുകളാണ്. ഇവർ ഈ പ്രദേശത്തേക്ക് ആകർഷകരാവാനുള്ള കാരണം ഇത് വളരെ പരിഷ്കൃതമായ റീജിയൻ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇവര് വലിയ സംഘമായിട്ട് ഈ പ്രദേശത്തേക്ക് വരികയും ഇവിടെ വന്ന് താമസമാക്കുകയും ചെയ്തു. അപ്പം ഈ മാംലുക്ക് പീരീഡിലാണ് ഏറ്റവും മിനിമം ജനസംഖ്യ അവിടെ വന്നിട്ടുള്ളത്. അത് 50,000-ലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജ്യൂസും ക്രിസ്ത്യാനികളും പൂർണ്ണമായി ഒഴിഞ്ഞുപോയി. അത് കഴിഞ്ഞ് ഈ പറയുന്ന പ്രദേശത്തേക്ക് ഈ നൊമാഡിക് ആയിട്ടുള്ള അറബ്സ്, ബദാവികൾ എന്ന് വിളിക്കുന്ന അറബ്സ്, ഒട്ടകത്തെ തീറ്റെടുക്കുന്ന അറബ്സ് ഈ പ്രദേശത്ത് വന്ന് താമസമാക്കി. അങ്ങനെയാണ് ഈ പാലസ്തീന റീജിയനിൽ അറബുകളുടെ വലിയൊരു ജനസംഖ്യാ വർധനം ഉണ്ടാവുന്നത്. അപ്പം ഈ ഇന്ന് നടക്കുന്ന
ഇന്ന് പരസ്യ രീതികളിൽ ഇന്ന് നമ്മൾ കാണുന്ന അറബികളിൽ ബഹുഭൂരിഭാഗവും ആ ഒരു കാലഘട്ടത്തിൽ ഈ റീജിയനിലേക്ക് വന്ന് ഈ ഭരണാധികാരികളുടെ ഈ മാംലൂക്ക് എന്ന് പറയുന്ന ഈ ഭരണാധികാരികളുടെ സഹായത്തോടു കൂടി അവിടെ താമസം ഉറപ്പിച്ചവരാണ്. ഇത് ഇവരുടെ കാലഘട്ടം 1517 വരെയാണ്. 1517 ഓട്ടോമൻ എംപയർ വരുന്നു. അപ്പോൾ അതിൻ്റെ ചരിത്രം നമ്മൾ അടുത്ത വീഡിയോയിൽ